വെൽക്കം ടു ശ്രുതിസ് ഡയറി. ഇന്ന് നമുക്കൊരു മട്ടൻ കറി നോക്കിയാലോ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി മട്ടൻ കറി. കുക്കറിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. ഗരം മസാല, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, പച്ചമുളക് 3, ചെറുതായി അരിഞ്ഞ തക്കാളി 2, സബോള 3, ചെറിയുള്ളി ആവശ്യത്തിന്. നമ്മളിന്ന് കുക്കറിൽ ഉണ്ടാക്കുന്നത് കാരണം കൊണ്ട് കുക്കറിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ സബോള, ചെറിയുള്ളി ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഒരു ബ്രൗൺ ഷെയ്ഡ് വരും. ഇത് അത്ര ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ബാച്ചിലേഴ്സിനും ഹോസ്റ്റലേഴ്സിനൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറിയാണ് കേട്ടോ. പിന്നെ സബോള വഴണ്ട് വരുമ്പോൾ നമ്മൾ പച്ചമുളക്, കറിവേപ്പില ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയുടെ റോസ് സ്മെല്ല് മാറുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ഇട്ട് നന്നായി വഴറ്റാം കേട്ടോ. തക്കാളി ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി പൊടികളിടാം. മുളക് പൊടി 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പെരിഞ്ജീരകപ്പൊടി നമുക്ക് ഒരു 3/4 ടീസ്പൂൺ ഇടാം കേട്ടോ. ഗരം മസാല ഒരു 3/4 ടീസ്പൂൺ, കുരുമുളക് പൊടി ഞാൻ കുറച്ച് എരിവ് വേണ്ടത് കൊണ്ട് ഏകദേശം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി മസാലയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. നമുക്ക് ഈ മിക്സിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം കേട്ടോ. പേസ്റ്റിലേക്ക് നമുക്ക് മട്ടൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഏകദേശം 3/4 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. മട്ടൻ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുക്കർ അടയ്ക്കുന്നതിന് മുന്നേ നമുക്ക് എരിവും ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഇത്രയും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഏകദേശം 4 to 5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാനൊരു 2 വിസിൽ വന്നതിന് ശേഷം എല്ലാം ഒന്നും കൂടി മിക്സ് ചെയ്ത് പിന്നെ 2 വിസിലും കൂടി വെച്ചിരുന്നു കേട്ടോ. നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 4 വിസിലിന് ശേഷം മട്ടനൊക്കെ വെന്ത് ഒരു തിക്ക് ഗ്രേവി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ഗോയിങ് മട്ടൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അണ്ടിൽ ദെൻ ബൈ ഫ്രം ശ്രുതി.